ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഷെയർ എന്താണ്, ഷെയർ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർസിൻ്റെ ടൈപ്സുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ ആയിട്ടുള്ള അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ജേർണൽ എൻട്രീസ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. Okay, journal entries for issue of shares for cash. Okay, ഫസ്റ്റ് നമ്മൾ പ്രൊസീജിയറിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യും. പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ജേർണൽ എൻട്രീസും എന്ത് ചെയ്യില്ല, എൻട്രി ചെയ്യില്ല. ദെൻ ആ പ്രോസ്പെക്ടേഴ്സിനോട് കൂടെ എന്തുണ്ടാവും, ഷെയർ അപ്ലിക്കേഷനും ഉണ്ടാവും. ഷെയർ അപ്ലിക്കേഷൻ എന്തുണ്ടാവും, ഒരു അപ്ലിക്കേഷൻ മണി അതിൽ കൊടുത്തിട്ടുണ്ടാവും. ആ അപ്ലിക്കേഷൻ മണി ആദ്യം ഈ അപ്ലൈ ചെയ്യുന്ന ആളുകൾ, ഷെയറിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയിലേക്ക് അടക്കും, കമ്പനീൻ്റെ അക്കൗണ്ടിലേക്ക് അടക്കും. ആ മണി നമ്മളുടെ കമ്പനിയിലേക്ക് വരുന്ന ജേർണൽ എൻട്രി ആണെന്ത്, ഫസ്റ്റത്തെ ജേർണൽ എൻട്രി എന്താണ്, റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യണം. എന്താണ് ജേർണൽ എൻട്രി എന്ന് വെച്ചാൽ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഷെയർ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷെയർ അപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്തു. ദെൻ അവർക്ക് എന്ത് ചെയ്യും, നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റ് നടത്തും. ഈ ഷെയർ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്താവില്ല, അവർക്ക് നമ്മൾ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. നമ്മൾ അവർക്ക് ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നടത്തിയെങ്കിൽ മാത്രമേ, എന്ന് വെച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രോറാറ്റ ബേസിൽ എന്ത് ചെയ്യും, അലോട്ട് ചെയ്യും. ദെൻ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുള്ളൂ, ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, ദെൻ രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രിയാണ്. അലോട്ട്മെൻറ്റ് ആദ്യം നമുക്ക് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യല്ല ചെയ്യാം. നമുക്ക് അപ്ലിക്കേഷൻ മണി ആദ്യം റിസീവ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ അലോട്ട്മെൻറ്റ് മണി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഷെയർ ആദ്യം അലോട്ട് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത ആളുകളെ നമ്മൾ എന്താക്കി മാറ്റും, ഷെയർ ക്യാപിറ്റലാക്കിയിട്ട് മാറ്റും. ഈ അപ്ലിക്കേഷൻ മണി കിട്ടിയ ആളുകളെ നമ്മൾ എന്ത് പറയും, എന്താക്കി മാറ്റും, ഷെയർ ക്യാപിറ്റലാക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരം അപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്തതിനെ എന്താക്കിയിട്ട് മാറ്റുകയാണ്, ഷെയർ ആക്കിയിട്ട് മാറ്റുകയാണ്. ഈ അപ്ലിക്കേഷൻ മണി എന്താക്കിയിട്ട് മാറ്റുകയാണ്, ഷെയർ ആക്കിയിട്ട് മാറ്റുകയാണ്. ഈ ഷെയർ ആക്കി മാറ്റാൻ വേണ്ടി ഒരു കാര്യം കൂടി അവർ കളക്ട് ചെയ്യും. എന്താണ് ഇതിനെ, അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു മണിയും കൂടി കുറച്ച് എമൗണ്ടും കൂടി എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അലോട്ട്മെൻറ്റ് മണിയും കൂടി എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. ഈ മണി വിളിക്കുന്നതിന് മുമ്പ്, ഈ അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യണം, അടക്കണമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ജേർണൽ എൻട്രി മെയ്ഡ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ മണി എന്താക്കിയിട്ട് മാറ്റണം, ഷെയർ ക്യാപിറ്റലാക്കിയിട്ട് മാറ്റണം. അപ്ലിക്കേഷൻ മണി ഓൾറെഡി എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ്. അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഷെയർ അപ്ലിക്കേഷൻ മണി എന്തായിരിക്കും ജേർണൽ എൻട്രി എന്ന് വെച്ചാൽ, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ, ടു ഷെയർ ക്യാപിറ്റൽ. അതിനെന്ത് ചെയ്തു, നമ്മൾ എന്താക്കി മാറ്റി, ഷെയർ ആക്കി മാറ്റി, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് ഇത് ഷെയർ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുക, അലോട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 20 റുപ്പീസ് ആയിരുന്നു നമുക്ക് ടോട്ടൽ ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്, 20 റുപ്പീസാണ്.
അതിന് നമ്മൾ എന്ത് ചെയ്തു, അപ്ലിക്കേഷൻ മണി ആയിട്ട് എത്ര 5 റുപ്പീസ് വാങ്ങിച്ചു, അലോട്ട്മെൻറ്റ് ടൈമിൽ നമ്മൾ എത്ര വാങ്ങിച്ചു, 5 റുപ്പീസ് വാങ്ങിച്ചു, ഫസ്റ്റ് കോൾ ആയിട്ട് ഫൈവ് റുപ്പീസ്, ലാസ്റ്റ് കോൾ ആയിട്ട് 5 റുപ്പീസ് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാങ്കിൽ എത്ര രൂപ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ഞാൻ അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് വെച്ച് എഴുതാം. ബാങ്കിൽ എത്ര രൂപ വന്നിട്ടുണ്ടാവും, 5 റുപ്പീസ് 5 റുപ്പീസ്. അപ്പോൾ എന്താണ്, ഷെയർ അപ്ലിക്കേഷൻ മണി ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന് നമ്മൾ അലോട്ട്മെൻറ്റ് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്ത്, ഈ 5നെ നമ്മൾ എവിടേക്ക് മാറ്റി, ഓക്കെ ബാക്കിയുള്ളതൊക്കെ റൈസ് ചെയ്യണം. ഈ 5നെ നമ്മൾ എവിടേക്ക് മാറ്റി, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എപ്പോഴാണ് മാറ്റുക, അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് ആയിട്ടുള്ള 5 റുപ്പീസ് കൂടി കോൾ ചെയ്യും. ഇപ്പോൾ ഇവർ നമ്മൾ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ നമ്മൾ അവർക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കോൾ ആദ്യം ഡ്യൂ ആക്കുകയും എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പേയ്മെൻറ്റ് റിസീവ് ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് ആദ്യം പേയ്മെൻറ്റ് റിസീവ് ആയി ചെയ്ത്, ഇനി ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കോള് വിളിക്കും. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യും, വിളിക്കും. ആ വിളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ എമൗണ്ടിനെ നമ്മൾ എന്താക്കി മാറ്റും, ഷെയർ ക്യാപിറ്റലാക്കി മാറ്റും. അതിന് എന്ത് ചെയ്യണം, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് നമ്മൾ വിളിച്ചത്, 5 ആണ്. ഇവിടേക്ക് ഒന്നുകൂടി വരും, ഒരു 5ഉം കൂടി വരും. ദാറ്റ് മീൻസ് ഇവിടെ എന്താവും, 10 ആവും. അപ്പോൾ എന്താണ് അലോട്ട്മെൻറ്റ് ജേർണൽ എൻട്രി, എന്താണ്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ നിങ്ങൾക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് ഷെയർ അപ്ലിക്കേഷൻ മണി ഡെബിറ്റ് ചെയ്തു, ഷെയർ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. എവിടേക്ക് പോയി, ഷെയർ ക്യാപിറ്റലിലേക്ക് പോയി. ഷെയർ അലോട്ട്മെൻറ്റ് മണി ഓൾറെഡി എവിടേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഷെയർ അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. അതാണ് നമ്മുടെ തേർഡ് ജേർണൽ എൻട്രി വരുന്നത്. എന്താണ് തേർഡ് ജേർണൽ എൻട്രി, റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി. അലോട്ട്മെൻറ്റ് മണി നമുക്ക് എന്ത് ചെയ്യണം, റിസീവ് ചെയ്യണം. എന്താണ് ജേർണൽ എൻട്രി, വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. എത്രയാണ്, 5 റുപ്പീസ് 5 റുപ്പീസ്. ഇപ്പോൾ എന്താ, ഈ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്യാൻസൽ ആവും. എല്ലാം ഇപ്പോൾ എവിടെ പോയിട്ടുണ്ടാവും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, കോൾ വിളിക്കുകയാണ്. ഫസ്റ്റത്തെ കോൾ വിളിച്ചു. കോൾ വിളിക്കുമ്പോൾ ആദ്യം കോൾ മണി റിസീവ് ചെയ്യില്ല. കോൾ നമ്മൾ വിളിക്കാൻ നമ്മൾ ജേർണൽ എൻട്രി എഴുതും, കോൾ ഡ്യൂ ആക്കും. എന്താണ് ജേർണൽ എൻട്രി, ഈ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ സെയിം ജേർണൽ എൻട്രി എന്താണ്, ഷെയർ ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഷെയർ ഫസ്റ്റ് കോൾ, അല്ലെങ്കിൽ എന്താണ്, ഷെയർ കാൾ അക്കൗണ്ട്. ഏത് കാളാണ് നമുക്ക് കൊടുക്കാൻ പറ്റും, കാൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി എന്ത് ചെയ്തു, ഈ കോൾ എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ കാൾ. ഇതാണ് എന്ത്, 5th ജേർണൽ എൻട്രി. ഇനി ഏത് കോൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് കോൾ ആണെങ്കിലും സെക്കൻഡ് കോൾ ആണെങ്കിലും തേർഡ് കോൾ ആണെങ്കിലും ലാസ്റ്റ് കോൾ ആണെന്നുണ്ടെങ്കിലും ഏത് കോളിലും എന്താണ്, സെയിം ജേർണൽ എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇതെന്താണ്, കോൾ മെയ്ഡ്. ഇതെന്താണ്, കോൾ മെയ്ഡ്. ഇതെന്താണ്, റെസിപ്റ്റ് ഓഫ് കോൾ മണി എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇതാണ് നോർമലി ഒരു ബിസിനസ്സിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തത് മുഴുവൻ എന്ത് ചെയ്യാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. മുഴുവനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മുഴുവനായിട്ടും അലോട്ട്മെൻറ്റ് നടത്തി മുഴുവനും കോൾ ചെയ്തു. ആരും കാൾസിന് അഡ്വാൻസോ കാൾസിന് അരിയറോ ഒന്നും ആരും ചെയ്തിട്ടില്ലെങ്കിൽ നോർമലായിട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രീസ് ആണെന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. പക്ഷേ എപ്പോഴും ഈ ഒരു കേസ് ആയിരിക്കുമോ നടക്കുന്നുണ്ടാവുക. ചിലപ്പോൾ എന്ത് ചെയ്യും, സബ്സ്ക്രിപ്ഷൻ, ഇതെന്താണ്, സബ്സ്ക്രിപ്ഷൻ ഈക്വൽ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഈ ഒരു ജേർണൽ എൻട്രി വരുള്ളൂ. അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഷെയർസിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുകയാണെങ്കിൽ. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, അണ്ടർ സബ്സ്ക്രിപ്ഷൻ നടക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓവർ സബ്സ്ക്രിപ്ഷൻ നടക്കാം. ഇനി അണ്ടർ സബ്സ്ക്രിപ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ പേടിക്കാനില്ല. നമുക്കെന്താണ്, എത്ര എമൗണ്ടാണ് അണ്ടർ സബ്സ്ക്രിപ്ഷന്,
നമുക്ക് എന്ത് ചെയ്തു, റിസീവ് ചെയ്തു. ആ അണ്ടർ സബ്സ്ക്രിപ്ഷനിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അണ്ടർ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ എന്തുണ്ടോ നോക്കണം, മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഓക്കെ, ഇനി അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഇത് നമ്മൾ എത്ര ഇഷ്യൂ ചെയ്തത് മുഴുവൻ എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. ഇനി നമുക്ക് എന്ത് സംഭവിക്കാൻ പോണത്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ പോകണത്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ. അണ്ടർ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എത്ര 1 crore ഷെയർ നമ്മൾ എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. അതിൽ 1 crore ഷെയർ ഇഷ്യൂ ചെയ്തു. എത്രയാണ്, അറ്റ് ₹20. ഇതിൽ എത്രയാണ്, അപ്ലിക്കേഷൻ മണി എത്രയാണ്, ₹5 ആണ്. അപ്ലിക്കേഷൻ മണി എത്രയാണ്, ₹5 ആണ്. പക്ഷേ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തത് എത്രയായിരുന്നു, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, 90 lakhs എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. 90 lakh ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താണ് ജേർണൽ എൻട്രി വരിക, സെയിം ജേർണൽ എൻട്രി ആണ് വരിക. എന്താണ്, ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ മണി, ഷെയർ അപ്ലിക്കേഷൻ. എത്ര എമൗണ്ട് വരിക, 1 crore ഷെയർസ് ഉണ്ട് ഇൻറ്റു 1 crore ഷെയർസ്. അതിൽ 1 crore ഷെയർ നമുക്ക് കിട്ടിയിട്ടില്ല. 1 crore ഷെയർ നമുക്ക് കിട്ടിയില്ല. എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്, 90 lakh ഷെയർസ് ഉണ്ട്. 90 lakh ഷെയർസിന് എത്ര രൂപ വെച്ചിട്ടാണ്, ₹5 വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് എത്ര ലാക്സ് ഉണ്ടാവും, 90 lakhs ഇൻറ്റു ₹5. 90 lakhs ഇൻറ്റു 5 എത്ര ഉണ്ടാവും, 4,50 lakhs ഉണ്ടാവും. എന്ന് വെച്ചാൽ 450 lakhs ഉണ്ടാവും. 450 lakhs ഉണ്ടാവും അല്ലേ, 450 lakhs ഉണ്ടാവും. ഇത് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്, ഇനി അപ്ലിക്കേഷനെ മാറ്റലും ബാക്കിയുള്ളതൊക്കെ എന്താണ്, സെയിം ജേർണൽ എൻട്രീസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഈക്വൽ ടു സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ട്. ടോട്ടൽ എന്താണ്, ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തില്ലേ, ഇവിടെ നമ്മൾ 5 എഴുതി. 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്തായിരിക്കും, 5 crore ആയിരിക്കും. 1 crore ഷെയർ ഇൻറ്റു 5, 1 crore ഷെയർ ഇൻറ്റു 5 എന്താ വെച്ചാൽ 5 crore ആയിരിക്കും ഉണ്ടാവുക. ₹5 അല്ലേ, ₹5 വെച്ചിട്ടല്ല, 5 crore ആയിരിക്കും വരുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് ഇഷ്യൂ ചെയ്തത് മുഴുവൻ എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. ഇവിടെ നമ്മൾ എത്രയാണ് ഇഷ്യൂ ചെയ്തത്, 1 crore ഷെയർസ് ഇഷ്യൂ ചെയ്തു. പക്ഷേ എത്ര സബ്സ്ക്രൈബ് ചെയ്ത്, 90 lakhs എന്ത് ചെയ്തിട്ടുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തില്ല, ആ 90 lakhs എന്ന് പറഞ്ഞാൽ 90 lakhs ഇൻറ്റു ₹5 ആണ് അപ്ലിക്കേഷൻ മണി. അതേ വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ ചെയ്യും, അലോട്ട്മെൻറ്റ് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്, അണ്ടർ സബ്സ്ക്രിപ്ഷനിൽ എന്തുണ്ടാവും, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ എന്ത് ചെയ്യും, ഇത് എ കേസാണ്. ഇതിൽ തന്നെ ഒരു ബി കേസ് വരും. എന്താണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ നോട്ട് റിസീവ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ നമുക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്ത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തത് 80 lakh ഷെയർസ് ആണ് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, 90 lakh. 90% എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെബി ഗൈഡ് ലൈൻസ് പ്രകാരം 90% അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലോട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്യണം എന്നാണ് നമ്മളെ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ആ ഡ്രോ ചെയ്തത് മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യും, ആദ്യം അപ്ലിക്കേഷൻ മണി കിട്ടും. എത്ര ലാക്സിൻ്റെ മുകളിൽ നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടും, 90 lakhsൻ്റെ മുകളിൽ നമുക്ക് 90 അല്ല 80 lakhsൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ മണി കിട്ടും. അപ്പോൾ അതിനെന്തായിരിക്കും ജേർണൽ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ. അപ്പോൾ എത്ര എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക, 80 lakh ഷെയർസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത്. നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടാവും, ₹5 വെച്ചിട്ട്. അപ്പോൾ 80 lakhs ഇൻറ്റു ₹5 എത്ര ഉണ്ടാവും, 4 crore എന്നുണ്ടാവും. ടു അപ്ലിക്കേഷൻ, ഷെയർ അപ്ലിക്കേഷനാണ് 4 crore. ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, ഷെയർ ആയിട്ട് അലോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക, അതിൻ്റെ റിവേഴ്സ് ജേർണൽ എൻട്രി എന്താണ്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, എങ്കിലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ടിന് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാനുള്ള ജേണൽ എൻട്രി എന്താണ്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷെയർ എന്ത് ചെയ്ത് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവേഴ്സ് എൻട്രി മേഡ് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ജേണൽ എൻട്രി എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്തു? അണ്ടർ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യാം? സംഭവിച്ചേക്കാം. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തേക്കാം? നമുക്ക് സംഭവിച്ചേക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഇനി ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അണ്ടർ സബ്സ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു, ഓവർ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളെ കമ്പനിയെ പറ്റി നല്ല ഇമേജാണ് എല്ലാവരുടെ അടുത്തും. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ഓവർ സബ്സ്ക്രിപ്ഷൻ നടന്നു. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇപ്പോൾ നമ്മൾ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഫൈൻഡ് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് നമ്പേഴ്സ് ഒരാളുകൾക്ക് എത്ര കൊടുക്കുന്നു എന്നുള്ള ഒരു ബേസിലാണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യാം? ആ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രീസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? പ്രോറാറ്റ അലോട്ട്മെൻറ്റ് നടത്തും. അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്തത് ആ ഷെയർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തു? കിട്ടി. ഓവർ സബ്സ്ക്രിപ്ഷൻ ആവുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്തു? 1 crore ഷെയർസ് നമ്മൾ 5 rupees അപ്ലിക്കേഷൻ മണി ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്ത് ചെയ്തു? 1 crore 10 lakh 1.1 crore ഷെയർസ് എന്ത് ചെയ്തു? ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു. നമുക്ക് എത്ര കിട്ടി? ₹5 വെച്ചിട്ട്. ഓക്കെ. 1.1 crore ഷെയർസ് ₹5 വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തത്. എന്താ വെച്ചാൽ 10 lakh ഷെയർസ് എന്ത് ചെയ്തു? ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? ഇതിലുള്ള ബാക്കിയുള്ള 10 lakh ഷെയർസിനെ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? 1.1 into 5 ദാറ്റ് മീൻസ് എന്താണ്? 5.5 crore ആയിരിക്കും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക? റിസീവ് ചെയ്തിട്ടുണ്ടാവുക. എമൗണ്ട് 5.5 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? റിസീവ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ 50 lakh ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും. ഇത് നമുക്ക് എന്ത് ചെയ്യാണ്? അപ്ലിക്കേഷന് വേണ്ടി റിസീവ് ചെയ്യാണ്. ഇതിൽ നമുക്ക് 50 lakh എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും എൻട്രി? ഇതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി. അപ്പോൾ എന്താണ് വരിക? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. നമ്മൾ എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും. എത്രയാണ്? 50 lakh ആയി. 50 lakh. ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഷെയർ അപ്ലിക്കേഷനിൽ എത്രയുള്ളത്? 5 crore മാത്രമായല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ എവിടേക്ക് മാറ്റും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റും. അലോട്ട്മെൻറ്റും നമ്മൾ ചെയ്യും. ഓക്കെ ആണല്ലോ. ചില സമയത്ത് ഇത് ഓക്കെ ആണല്ലോ. എന്താണ്? നമുക്ക് ഓവർ സബ്സ്ക്രിപ്ഷൻ നടത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മൊത്തം എമൗണ്ട് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ബാലൻസ് എമൗണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും. ഓക്കെ. ഇനി എന്താ സംഭവിച്ചു വെച്ചാൽ ഓവർ സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. ദാറ്റ് മീൻസ് 1 crore ഷെയർ നമ്മൾ എന്ത് ചെയ്തു? ₹5 നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.10 ദാറ്റ് മീൻ 1 crore 10 lakh ഷെയർസ് @5 വെച്ചിട്ട് എന്ത് ചെയ്തു? സബ്സ്ക്രൈബ് ചെയ്തു. ഓവർ സബ്സ്ക്രിപ്ഷനാണ്. ദെൻ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 lakh ഷെയർസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ₹5 വന്നു. 10 lakh ഷെയർസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തു? എമൗണ്ട് തരും. ചിലപ്പോൾ അപ്ലിക്കേഷൻ മണിൻ്റോട് കൂടെ തന്നെ അലോട്ട്മെൻറ്റ് മണി കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ചില ആളുകൾ തരും. ഓക്കെ. ദെൻ നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്തു? 1.10 crore
1.10 crore ഷെയർസ് എന്ത് ചെയ്തു, ഷെയർസിന് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്തു, അതേപോലെ തന്നെ 10 lakh ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? ഇവിടെ 5.5 crore ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? 0.5 crore. ദാറ്റ് മീൻസ് എന്താണ്, ഇത് 5 crore 50 lakh ആണ്. ഇവിടെ 50 lakhs എക്സ്ട്രാ കിട്ടും. ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? 6 crore rupees നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. 6 crore rupees നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഈ എക്സ്ട്രാ എമൗണ്ട്, ഇവിടെ എക്സ്ട്രാ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്തായിരുന്നു, റീഫണ്ട് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ അതിൽ തന്നെ 2 ഷെയറിന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്തും, 1 ഷെയർ കൊടുക്കും. 2 ഷെയറിന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് 1 ഷെയർ കൊടുക്കും. എന്നിട്ട് അപ്പോൾ അവരെന്ത് ചെയ്യും, 2 ഷെയറിന് അപ്ലൈ ചെയ്യുമ്പോൾ 5 എത്ര രൂപ തന്നിട്ടുണ്ടാവും, 10 rupees തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് ഇവർ എത്ര തന്നാൽ മതി, 5 rupees തന്നാൽ മതി. ഈ ബാലൻസ് 5 rupees അവർക്ക് റീഫണ്ട് ചെയ്യില്ല. പകരം അത് എവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അലോട്ട്മെൻറ്റിൻ്റെ 5 rupees ആയിട്ട് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർക്കുള്ള ഈ 10 lakh എന്ത് ചെയ്യും, അലോട്ട്മെൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കേസ് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ, എല്ലാം നമ്മൾ ഇവിടേക്ക് മാറ്റും, ഷെയർ അപ്ലിക്കേഷനിലേക്ക് മാറ്റും. എത്രയാണ്? 6 crore. ദെൻ ഷെയർ അപ്ലിക്കേഷൻ്റെ 6 crore ഡെറ്റർ 6 crore നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് മാറ്റും ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര മാറ്റാൻ പാടുള്ളൂ, ഇഷ്യൂ ചെയ്തതേ മാറ്റാൻ പാടുള്ളൂ. ഇത് ഇഷ്യൂ ചെയ്തത് എത്രയാണ്? 5 crore ആണ്. 5 crore ആണ്. ദെൻ നമുക്ക് എന്തുണ്ട്, കാൾസ് ഇൻ അഡ്വാൻസ് ഉണ്ട്. അഡ്വാൻസ് എന്തുണ്ട്, നമുക്ക് കാൾ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 0.50 crore നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ടു അലോട്ട്മെൻറ്റ് മണിയിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, എത്രയാണ്? അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എത്രയാണ്? 0.5 crore. ഇനി നമുക്ക് എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യും. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണി നമുക്ക് എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യില്ല, അലോട്ട്മെൻറ്റ് മണി നമ്മൾ എന്ത് ചെയ്യും, ഡ്യൂ ആക്കും. ഡ്യൂ ആക്കുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ജേർണൽ എൻട്രി ഇതിൻ്റെ കൂടെ തന്നെ എഴുതാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുന്ന സമയത്ത് എന്തായിരിക്കും ജേർണൽ എൻട്രി, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 5 crore ആണ്. ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 5 crore ആണ്. 5 crore ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്തു, ഇനി ഷെയർ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യണം. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, ഷെയർ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് എത്രയേ കിട്ടുള്ളൂ, നമുക്ക് ഓൾറെഡി അലോട്ട്മെൻറ്റ് മണിയിലേക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 0.5 crore കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 4.5 crore എന്ത് കിട്ടുള്ളൂ, ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുള്ളൂ. 4.5 crore എന്ത് ചെയ്യുള്ളൂ, ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുള്ളൂ ടു അലോട്ട്മെൻറ്റ്. എത്രയാണ്? 4.5 crore. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയില്ലേ. അലോട്ട്മെൻറ്റിൽ എത്ര ഉണ്ട്, ക്രെഡിറ്റിൽ എത്ര ഉണ്ട്, 4.5. അലോട്ട്മെൻറ്റ് ക്രെഡിറ്റിൽ എത്ര ഉണ്ട്, 4.5 ആയോ. ഷെയർ അലോട്ട്മെൻറ്റ് ഡെബിറ്റിൽ എത്ര ഉണ്ട്, 5 ഉണ്ട്. രണ്ടും എന്തായി, ഈക്വലായി. ഇനി ഈ കാൾ മണി നമുക്ക് എക്സ്ട്രാ കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, ഈ കാൾ മണി നമുക്ക് 0.5 എക്സ്ട്രാ കിട്ടിയിട്ടില്ലേ, ഇത് നമ്മൾ ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ വിളിക്കുന്ന സമയത്ത് അതിനോട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. കാൾസ് ഇൻ അഡ്വാൻസ് അത് വിളിക്കുന്ന സമയത്ത് അതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഇനി ഫസ്റ്റ് കോൾ വിളിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഓൾറെഡി കാൾസ് ഇൻ അഡ്വാൻസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾ വിളിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ചാൽ എന്താണ്, ഷെയർ കാൾ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ കാൾ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്, 5 crore. ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 5 crore. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാഷ് കിട്ടും. ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ഒരിക്കലും വരില്ലേ, കാരണം എന്താണ്, കമ്പനീസാണ്. എന്താണ് വരിക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര കിട്ടുള്ളൂ, 4.5 crore വരുള്ളൂ. ബാക്കി എന്തായിരിക്കും, കാൾ ഇൻ അഡ്വാൻസ് ഡെറ്റർ 0.5 ടു
എന്താണ് ഷെയർ കാൾ അക്കൗണ്ട് എത്രയാണ് 5 crore. ഇവിടെ നോക്കി നിങ്ങൾ എന്താ സംഭവിച്ചത്? ഷെയർ കാൾ എത്രയാണ് 5, ഷെയർ കാൾ എത്രയാണ് 5, ഡെബിറ്റും ക്രെഡിറ്റ് ഈക്വലായി. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 0.5. ഇവിടെ നിങ്ങൾ കാൾസ് ഇൻ അഡ്വാൻസ് 0.5 ഇവിടെയാണ് ഡെബിറ്റിൽ, കാൾസ് ഇൻ അഡ്വാൻസ് 0.5 ഇവിടെ ഉണ്ട് ക്രെഡിറ്റിൽ. രണ്ടും എന്തായി? ഈക്വലായി പോയി. അപ്പോൾ എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ പറയണത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ എൻട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നോർമലായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്തു? അണ്ടർ സബ്സ്ക്രിപ്ഷനിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണത്? നോർമൽ സബ്സ്ക്രിപ്ഷൻ്റെ പോലെ തന്നെ എമൗണ്ട് കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ. അതെന്ത് ചെയ്യും? ഫർദറായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ അതിനെന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും. ഇനി ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷനെ പല രീതിയിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ എമൗണ്ട് നമുക്ക് കിട്ടി, ആ ബാലൻസ് എമൗണ്ട് എക്സ്ട്രാ സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ള് റീഫണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന് വേണമെങ്കിൽ നമ്മൾ തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യണം എന്നിട്ട് അവിടെ കഴിഞ്ഞു. ദെൻ അത് അലോട്ട്മെൻറ്റ് ആയിട്ടോ കാൾസ് ഇൻ അഡ്വാൻസ് ആയിട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് ഏത് എമൗണ്ട് മാത്രമേ വരാൻ പാടുള്ളൂ? ഇഷ്യൂ ചെയ്ത സമയത്ത് എത്ര എമൗണ്ടിനാണോ ഇഷ്യൂ നടത്തിയത്, എത്ര എമൗണ്ടിനാണ് നമ്മൾ ഇഷ്യൂ നടത്തിയത്? എന്ത് ചെയ്തു? 1 crore ഷെയർസ് 5 rupees വെച്ച്. ദാറ്റ് മീൻസ് 5 crore ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. ആ ഇഷ്യൂ മാത്രമേ എന്ത് ചെയ്തു? ആപ്ലിക്കേഷനിൽ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഷെയർ ക്യാപിറ്റലിലേക്ക് അത് കൊടുത്തു. ദെൻ ബാലൻസ് കാൾസ് ഇൻ അഡ്വാൻസ് ആയിട്ടും ദെൻ അലോട്ട്മെൻറ്റ് മണി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് മണി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ദെൻ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കിയിട്ടു. ദെൻ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ആ ഓൾറെഡി നമുക്ക് റിസീവ് ചെയ്ത അലോട്ട്മെൻറ്റ് കഴിച്ച് ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റിസീവ് ചെയ്യാൻ പാടുള്ളൂ. കാൾ മണി അതേപോലെ തന്നെ കാൾ നമ്മൾ ഡ്യൂ ആക്കി റിസീവ് ചെയ്യുന്ന സമയത്ത് ആദ്യമുള്ള കാൾ നമുക്ക് എത്രയാണോ അതിൻ്റെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ദെൻ ഇതുവരെ നമ്മൾ പഠിച്ചെന്താണ്? ഷെയർ ഇഷ്യൂ എന്താണ്? ഫോർ ക്യാഷ് ആണ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെന്ത് പഠിച്ചു? ഇതുവരെ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഷെയർ മുഴുവൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ നമ്മൾ 20 rupeesനാണ് എന്ത് ചെയ്തത്? ഷെയറിൻ്റെ ഇഷ്യൂ നടത്തിയത്. 20 rupeesനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഷെയർ എന്ത് ചെയ്തിട്ടുള്ളത്? ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ എത്രയാണ്? 20 rupees ആണ്. അപ്പോൾ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നമ്മൾ ക്യാപിറ്റൽ ക്ലോസിൽ കൊടുക്കുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്യാപിറ്റലിൽ എന്തിനുണ്ടാവും? ഇപ്പോൾ നമുക്ക് ചെയ്തു 10 lakh shares അവിടെ അങ്ങനെ കൊടുക്കും. 10 lakh shares @10 each എന്ന് പറഞ്ഞ് കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 rupees ആണ്. ഇത് 10 rupeesന് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷെയർ rupeesന് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂഡ് അറ്റ് പാർ എന്നാണ് പറയാം. ഈ ഷെയർ 10 rupeeക്ക് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇഷ്യൂഡ് അറ്റ് പാർ എന്നാണ് പറയാം. ഇതിനെ നമ്മൾ 9 rupeesനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഫേസ് വാല്യൂ, ഈ എമൗണ്ടിനെ നമ്മൾ എന്താ പറയുക? ഫേസ് വാല്യൂ ഓഫ് ഷെയർ എന്താണ്? നമ്മുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂ, നമ്മൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ നമ്മുടെ ഷെയറിന് എന്താണ് വില കാണിച്ചിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് പറയും? ഫേസ് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയും. ഓക്കെ, ആ ഫേസ് വാല്യൂക്ക് ഈക്വൽ ആയിട്ടുള്ള വാല്യൂനാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പറയുക? ഇഷ്യൂഡ് അറ്റ് പാർ എന്നാണ് പറയാം. ദെൻ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഷെയറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ താഴെയുള്ളൊരു എമൗണ്ടിനാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഫേസ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ഇഷ്യൂഡ് അറ്റ് എന്ത് പറയും? ഡിസ്കൗണ്ട്. നമ്മൾ ഇതിന് ഇഷ്യൂ ചെയ്യുന്നത് ₹15 ആണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്തു? നമ്മൾ ഫേസ് വാല്യൂയേക്കാൾ കൂടുതൽ എമൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്യൂഡ് അറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ പ്രോഫിറ്റ് എന്ന് ഇവിടെ പറയില്ല, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അപ്പോൾ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഫേസ് വാല്യൂ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഫേസ് വാല്യൂ, പ്രീമിയം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഫേസ് വാല്യൂ. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും നമുക്ക് ഷെയർസ് എന്തിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? അറ്റ് ഡിസ്കൗണ്ടിന് ഒരിക്കലും ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ആസ് പെർ സെക്ഷൻ 53 സെക്ഷൻ 53 ഓഫ് കമ്പനീസ് ആക്ട്
2013. കമ്പനീസ് ആക്ട് 2013 പ്രകാരം, സെക്ഷൻ 53 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം നമുക്ക് ഷെയർസ് എന്തിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട? ഡിസ്കൗണ്ടിൻ്റെ ജേണൽ എൻട്രീസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട? പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഷെയർസ് എന്തിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും? പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ടാറ്റൻ്റെയും ബാക്കിയുള്ളവരൊക്കെ ഷെയർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഷെയറിൻ്റെ ഫേസ് വാല്യൂ ചിലപ്പോൾ എന്തായിരിക്കും? 10 റുപ്പീസ് ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും? 20 റുപ്പീസ്, ചിലപ്പോൾ 100 റുപ്പീസിൻ്റെ ഷെയറിന് ചിലപ്പോൾ 1000 റുപ്പീസോ 10,000 റുപ്പീസോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഷെയറിന് വാല്യൂ കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് അവരെന്തിനാണ്? പ്രീമിയത്തിനാണ് ഷെയർ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ പ്രീമിയം എമൗണ്ട് എന്ന് വെച്ചാൽ ഈ ഗ്രേറ്റർ ദാൻ ഫേസ് വാല്യൂ ഉള്ള എമൗണ്ട് നോർമലി കളക്ട് ചെയ്യൽ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ്. അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെയാണ്. എന്തിനു കൂടെ അല്ല? ആപ്ലിക്കേഷനോട് കൂടെയോ അതല്ലെങ്കിൽ കാളിനോട് കൂടെയോ അല്ല. എന്തിനോട് കൂടെയാണ് നോർമലി കളക്ട് ചെയ്യാറുള്ളത്? അലോട്ട്മെൻറ്റ് മണിയോട് കൂടിയാണ് എന്ത് ചെയ്യാറുള്ളത്? കളക്ട് ചെയ്യാറുള്ളത്. ഈ പ്രീമിയത്തെ നമ്മളൊരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും. അതിന് പറയുന്ന പേരാണ്, ഈ ഒരു പ്രീമിയത്തെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും. അതിന് പറയുന്ന പേരാണ് എന്ത്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഇതിന് നമ്മളെന്ത് പറയും? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയും. മനസ്സിലാവുണ്ടല്ലോ. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കൽ റിസർവ്സ്. നിങ്ങൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുക? കാണിക്കുക. എന്തിൻ്റെ അണ്ടറിലാണ് കാണിക്കുക? റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് കാണിക്കുക. അപ്പോൾ ഈ പ്രീമിയം എമൗണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 15 റുപ്പീസിന് നമ്മൾ സെയിൽ ചെയ്യുക. 10 റുപ്പീസിന് 15 റുപ്പീസിനാണെങ്കിൽ ഈ ₹5 ആണ് എന്ത്? പ്രീമിയം. ഇതിന് നമ്മളെന്ത് പറയും? ഈ ₹5നെ നമ്മളെന്ത് പറയും? സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയും. ഇതിനെ നമ്മളെന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്കാണ് എന്ത് ചെയ്യുക? മാറ്റുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ. നോർമലി എന്താണ്? അലോട്ട്മെൻറ്റ് മണിയോട് കൂടിയാണ് എന്ത് ചെയ്യാറുള്ളത്? ഇത് മാറ്റാറുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ മണിയോട് കൂടിയോ മറ്റേ എമൗണ്ടിനോട് കൂടിയോ ക്വസ്റ്റ്യൻ എന്താണോ പറയണത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിൽ എന്ത് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ കൂടുതൽ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി എന്ത് വരും നോക്കാം. ഓക്കെ. ഫസ്റ്റ് വണ്ണ് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം കാൾഡ് വിത്ത് അപ്ലിക്കേഷൻ മണി. ഈ അപ്ലിക്കേഷൻ്റെ കൂടെ സെക്യൂരിറ്റി പ്രീമിയം കൂടി വാങ്ങുന്നുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോൾ നോർമലി നമ്മൾ അപ്ലിക്കേഷൻ മണി എത്രയായിരുന്നു? 5 റുപ്പീസാണ്. പ്ലസ് ഒരു 5 റുപ്പീസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് ₹10 ആണ് അപ്ലിക്കേഷൻ മണി എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റും? ഫസ്റ്റത്തെ ജേണൽ എൻട്രി എപ്പോഴും സെയിം ആയിരിക്കും. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. അതെപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എത്രയാണ്? 10. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഷെയർ അപ്ലിക്കേഷൻ എന്താക്കിയിട്ട് മാറ്റും? ഷെയർ ക്യാപിറ്റലാക്കിയിട്ട് മാറ്റും. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 10 ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലായിട്ട് എത്രയേ ഉള്ളൂ? എത്ര നമുക്ക് ആക്ച്വൽ വാല്യൂ എത്രയാണ്? 5 ആണ്. ബാക്കി 5 എന്താണ്? സെക്യൂരിറ്റി പ്രീമിയമാണ്. ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്രയും മാറ്റാൻ പാടുള്ളൂ? ആക്ച്വൽ വാല്യൂ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. 5 റുപ്പീസ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണ്? 5 റുപ്പീസ്. ഇനി ബാലൻസിലൊക്കെ ആളുകളൊക്കെ സെയിം പരിപാടി തന്നെയാണ് ചെയ്യുക. ഓക്കെ. ഇനി എന്താണ്? നമുക്ക് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം കാൾഡ് വിത്ത് അപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി ചെയ്തത്. എന്താണ്? അലോട്ട്മെൻറ്റിൻ്റെ മുകളിലാണ് എന്ത് ചെയ്തത്? സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അപ്ലിക്കേഷൻ മണി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആദ്യം കിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആദ്യം ഏത് എൻട്രി ഇടുക? ഡ്യൂ ആക്കുന്ന എൻട്രി. ദാറ്റ് മീൻസ് എന്താണ്? കാൾഡ് ചെയ്യുന്ന എൻട്രിയാണ് ഇടുക. അപ്പോൾ എന്താണ് വരിക? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാണ്? ആദ്യം നമ്മൾ 5 ആയിരുന്നു വിളിച്ചത്. ഇപ്പോൾ എന്തുകൊണ്ട് 5 സെക്യൂരിറ്റി പ്രീമിയം അടക്കം തന്നെ 15 റുപ്പീസാണ് എന്ത് വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അലോട്ട്മെൻറ്റ് നമുക്ക് എത്ര കിട്ടും? 15 അല്ല 10 കേട്ടോ. 15 അല്ല 10 ആണ്.
ടോട്ടൽ അലോട്ട്മെൻറ്റ് നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ഇതിന് നമുക്ക് ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര മാറ്റേണ്ടത്? 5 റുപ്പീസാണ്. ടു ബാക്കി എന്ത് വരും? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ത് വരും? 5 റുപ്പീസ് വരും. ഇങ്ങനെ കാളിൻ്റെ കൂടെ എന്ത് ചെയ്യും? വിളിക്കാം. ഈ സെക്യൂരിറ്റി പ്രീമിയം കാളിൻ്റെ കൂടെ എന്ത് ചെയ്യാം? വിളിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കാൾ ഡ്യൂ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ജേർണൽ എൻട്രി വരും. ഇനി നമുക്ക് ഇപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടണം എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എന്താണ് ഷെയർ അലോട്ട്മെൻറ്റ് എന്താണ് 10 റുപ്പീസ് നമുക്ക് എന്ത് ചെയ്യും? സെക്യൂരിറ്റി പ്രീമിയം അടക്കം എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ 1. ഇല്ലുസ്ട്രേഷൻ 1 ഇവിടെ. ഇല്ലുസ്ട്രേഷൻ 1 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇല്ലുസ്ട്രേഷൻ 2 നോക്കാം. ഇല്ലുസ്ട്രേഷൻ 2 എന്താണ് ഇല്ലുസ്ട്രേഷൻ 2 പറയുന്നത്? കമ്പനി ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻ ഫോർ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹50 ഈച്ച്. പേയബിൾ ഓൺ അപ്ലിക്കേഷൻ എത്രയാണ്? 50 റുപ്പീസാണ് എന്ത്? 50 റുപ്പീസാണ് എന്ത്? ഷെയറിൻ്റെ വാല്യൂ. ദെൻ പേയബിൾ അറ്റ്, അതെങ്ങനെ പേയ്മെൻറ്റ് ചെയ്യണം? 50 ഓൺ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ എന്താ? 15. അലോട്ട്മെൻറ്റിൽ എത്രയാണ്? 20 റുപ്പീസ്. ഫസ്റ്റ് കാള് 5 റുപ്പീസ്, സോറി 15 റുപ്പീസ്. അപ്പോൾ എത്രയായി? 15 + 20 + 15, ദാറ്റ് മീൻസ് എത്രയായി? 50 റുപ്പീസ് ആയില്ല. ദെൻ ആപ്ലിക്കേഷൻ ആർ റിസീവ്ഡ് ഫോർ 10,000 ഷെയർസിന് എന്ത് ചെയ്തു? ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾ ദ ആപ്ലിക്കേഷൻ ആർ അലോട്ടഡ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഷെയർസ് ബൈ ഹാവ് അപ്ലൈഡ്. എന്താണ്? ഷെയർസ് ദേ ഹാവ് അപ്ലൈഡ്. എന്താണ്? ഓരോ ആളുകളും അപ്ലൈ ചെയ്ത ആളുകൾക്ക് മുഴുവൻ എന്ത് ചെയ്തു? ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് മണി വാസ് ഡ്യൂലി റിസീവ്ഡ് ബൈ ദ കമ്പനി. ഇൻസ്റ്റാൾമെൻറ്റ് മണീസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്യൂലി എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ചെയ്തിട്ടുണ്ട്. ജേർണൽ എൻട്രി നിങ്ങൾക്ക് എഴുതി കൂടെ. നമ്മൾ ഓൾറെഡി ജേർണലൈസിങ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇതെന്താണ്? ആദ്യം നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആയിരിക്കും. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. നമ്മളെന്താണ്? ഇക്വിറ്റി ഷെയർസ് ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഒന്നും കൂടി എഴുതും. പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർസും കൂടി എഴുതും. ആ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ? ഇക്വിറ്റി ഷെയർസ് അപ്ലിക്കേഷൻ. എത്ര എമൗണ്ട് ആണ്? എത്ര ഷെയർസ് ആണ്? ആദ്യം 10,000 ഷെയർസ് ആണ് അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണ എത്രയാണ്? 10,000 ഷെയർസ് ആണ്. എത്ര രൂപയാണ് അപ്ലിക്കേഷൻ മണി? 15 ആണ്. അപ്പോൾ എന്തായിരിക്കും? 10,000 × 15, ദാറ്റ് മീൻസ് 1,50,000. ദെൻ അപ്ലിക്കേഷൻ മണിയെ നമ്മൾ എവിടേക്ക് മാറ്റും? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. അപ്പോൾ അതാണ് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്രയാണ്? 1,50,000. സെയിം എമൗണ്ട് തന്നെയാണ്. ദെൻ നമുക്ക് എന്ത് കിട്ടും? അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 20 റുപ്പീസാണ്. അപ്പോൾ എന്തുണ്ടാവും? 2 lakh ഉണ്ടാവും. അത് ആദ്യം നമ്മൾ ഡ്യൂ ആക്കിയിടും. അപ്പോൾ എന്താണ്? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ നമുക്ക് എന്ത് ചെയ്യും? അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ദെൻ കാൾ മണി എന്താണ്? ഇക്വിറ്റി ഷെയർ കാൾ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡ്യൂ ആക്കിയിടും. എത്രയാണ്? 15 ആണ്. 1,50,000. ദെൻ ആ എമൗണ്ട് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്താണ്. വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ദെൻ ഇല്ലുസ്ട്രേഷൻ 3. ഇല്ലുസ്ട്രേഷൻ 3ൽ എന്താ പറയണത്? ഓൺ 1st April 2017 എ ലിമിറ്റഡ് ഇഷ്യൂഡ് 40,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. പേയബിൾ ആസ് ഫോളോസ്. എങ്ങനെയാണ്? 43,000 ഷെയർസ് ₹100 എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. 20 അപ്ലിക്കേഷൻ, 20 അലോട്ട്മെൻറ്റ്. ഫസ്റ്റ് കോൾ 25, സെക്കൻഡ് കോൾ എത്രയാണ്? 25. ബൈ 25th May 40,000 shares were applied and all application were accepted. അപ്പോൾ എന്താ സംഭവിച്ചത്? 43 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? 40,000 ഷെയർസ് എന്ത് ചെയ്ത്? അപ്ലൈ ചെയ്തു. മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. 40,000 × 90% എത്രയാണ്? 36,000 ആണെന്ത്? മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലേ? 36,000 ആണെന്ത്? മിനിമം സബ്സ്ക്രിപ്ഷൻ. പക്ഷേ എത്രയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? 40,000 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സബ്സ്ക്രൈബ്. അപ്പം തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ്? അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഓൾ അപ്ലിക്കേഷൻ വർ ആക്സെപ്റ്റ്. എല്ലാ ആപ്ലിക്കേഷനും ഇത് ആക്സെപ്റ്റ് ചെയ്തു. അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് ഓൺ 1st June. അസ്യൂം ഓൾ ദ അലോട്ട്മെൻറ്റ് മണി വർ റിസീവ്ഡ് ഓൺ 15th July. ദോസ് ഓൺ ഫസ്റ്റ് കാൾ വർ റിസീവ്ഡ് ഓൺ 20th October. ജേർണലൈസ് ദ ട്രാൻസാക്ഷൻ വെൻ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st March 2018. 31st March 2018.
ഓക്കെ ആണല്ലോ. എങ്ങനെ നമുക്ക് ജേർണലൈസ് ചെയ്യാൻ പറ്റും? വളരെ ഈസിയാണ്. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യും, ഒരു പേജ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സെൽഫായിട്ടൊന്ന് എഴുതാൻ നോക്കുക. ഇതൊന്ന് വീഡിയോ പൗസ് ചെയ്യുക, എന്നിട്ട് സെൽഫായിട്ടൊന്ന് ചെയ്യാൻ നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓൺ 20th May 20 മെയ്ന് എന്താ കിട്ടിയത്? എത്ര ആളുകൾ 40,000 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് 20 മെയ്ക്ക് നമുക്ക് എന്ത് കിട്ടി? 40,000 ഷെയർസിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി എന്നാണ് പറയണത്, അല്ലേ? അതല്ലേ ഇവിടെ പറയണത്. അപ്പോൾ May 20ക്ക്, അപ്പോൾ May 20ക്കാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി വരിക. എന്താണ് May 20? ആപ്ലിക്കേഷൻ മണി കിട്ടണം. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ. ഇക്വിറ്റി ഷെയർസ് അല്ല, അല്ലെങ്കിൽ ഷെയർ ആണെങ്കിൽ ഷെയർ, ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർസ്. എന്താ ഷെയർ വാങ്ങുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ എന്ന് എഴുതിയാൽ മതി. ഷെയർ ആപ്ലിക്കേഷൻ എത്ര എമൗണ്ട് ആണ് അത് നമ്മൾ നോക്കണം. എത്രയാണ്? 40,000 ആണ് നമ്മൾ എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. എത്ര രൂപയാണ്? 20 rupees വെച്ച്. അപ്പോൾ 40,000 × 20 rupees എത്ര ഉണ്ടാവും? 8 lakh എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 8 lakh May 20ക്ക്. ദെൻ ഈ ആപ്ലിക്കേഷൻ മണി എന്നാണ് അലോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് ഓൺ 1st June. 1st Juneനാണ് എന്ത് ചെയ്തത്? അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യുന്നത്? മെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ 1st June നമ്മൾ എവിടേക്ക് മാറ്റണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ എന്താണ്? June 1 എന്താണ്? അതിനെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുക. എന്താണ്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാണ്? 8 lakh. ഇനി അടുത്തെന്ത് സംഭവിക്കുന്നത്? ഓൾ സം ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് വർ റിസീവ്ഡ് ഓൺ 1st July. 1st Julyക്ക് അലോട്ട്മെൻറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂ ആക്കണം. എത്ര രൂപയാണ്? 30 rupees. എത്ര ഷെയറിന് മുകളിൽ? 40,000 ഷെയർസിന് മുകളിൽ. അപ്പോൾ സെയിം ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കിയിടും. എന്താണ്? അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടും കൂടി ഈ രണ്ട് ട്രാൻസാക്ഷൻസ് കൂടി, രണ്ട് ജേർണൽ എൻട്രീസ് കൊണ്ട് എന്ത് ചെയ്യാം? ഒരുമിച്ച് വേണമെങ്കിൽ എഴുതട്ടെ. 40,000 × 30 എത്ര ഉണ്ടാവും? 12 lakh എന്നുണ്ടാവും. 12 lakh. ദെൻ June 1 ആയി. ദെൻ 15th Julyക്ക് എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് ജേർണൽ എൻട്രി? അലോട്ട്മെൻറ്റ് മണി June 15. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. എത്രയാണ്? 12 lakh. ദെൻ എന്ത് ചെയ്യുക? കാൾ വിളിക്കുക, കാളിൻ്റെ മണി എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണിത്. കാര്യമായിട്ട് അതിലെന്തില്ല? ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ ഓവർ സബ്സ്ക്രിപ്ഷന് വരുന്ന സമയത്താണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. എന്താണ്? ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. എന്താണ് പറയണത്? പന്ത് ലിമിറ്റഡ് ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻ ഫോർ എത്രയാണ്? 50,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് 50 each. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ആർ അപ്ലൈഡ് ഓൺ അപ്ലിക്കേഷൻ എത്ര? ₹20. അലോട്ട്മെൻറ്റ് എത്രയാണ്? 10. ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ ₹20. അപ്പോൾ എത്രയാണ്? 30 and 50. ദ കമ്പനി റിസീവ്ഡ് അപ്ലിക്കേഷൻ ഫോർ 60,000 ഷെയർസ്. എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്? 50,000 ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രയുടെ മുകളിൽ കിട്ടി? 60,000 ഷെയർസ് കിട്ടി. ദ ഡയറക്ടേഴ്സ് ആക്സെപ്റ്റഡ് അപ്ലിക്കേഷൻ ഫോർ 50,000. അവർക്ക് എത്ര അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 50,000 ഷെയർസ്. ആൻഡ് റിജക്റ്റഡ് ദ റെസ്റ്റ്. ബാക്കി ബാലൻസ് വരുന്നത് ഇത് റിജക്റ്റ് ചെയ്തു. ഷോ ദ ജേർണൽ എൻട്രീസ് ഇഫ് ദ കമ്പനി റീഫണ്ട് ദ അപ്ലിക്കേഷൻ മണി ടു റിജക്റ്റഡ് അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി വാസ് റിസീവ്ഡ് 45,000 ഷെയർസ്. എത്ര മുകളിലാണ് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തത്? 45,000 ഷെയർസിൻ്റെ മുകളിൽ എന്ത് കിട്ടി? അലോട്ട്മെൻറ്റ് മണി കിട്ടിയെന്നാണ് പറയണത്.
ഓക്കെ, അപ്പോൾ എന്തുണ്ട് 45,000 ഷെയർസിൻ്റെ മുകളിലേ കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് എന്തിൻ്റെ മുകളിൽ കിട്ടാണ്ട് 5,000 ഷെയർസിൻ്റെ മുകളിൽ എത്ര രൂപ വെച്ചിട്ടായിരിക്കും കിട്ടാനുള്ളത്? അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? അലോട്ട്മെൻറ്റ് മണി അല്ലേ? യെസ്, അലോട്ട്മെൻറ്റ് ₹10 എന്ന് വെച്ചാൽ എത്ര രൂപ ഉണ്ടാവും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്? 50,000 ഉണ്ടാവും. ഇതിനൊരു പേര് പറയും. എന്തെങ്കിലും നമ്മൾ കാൾ വിളിച്ചിട്ട് കിട്ടാത്തതിന് നമ്മൾ എന്ത് പറയും? ഒരു പേര് പറയും. എന്താണ്? കാൾസ് ഇൻ അരിയർ. എൻ്റെ പേരാണിത്, കാൾസ് ഇൻ അരിയർ. അപ്പോൾ നമുക്കിതിൻ്റെ ജേർണൽ എൻട്രി ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്താണ് നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത്? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിന് എന്താണ് ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. എത്രയാണ് എമൗണ്ട്? ഈ ഡെറ്റർ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റാം. എത്രയാണ് എമൗണ്ട് അത് നമ്മൾ നോക്കണം. എത്ര ഷെയർസ് ആണ് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത് 60,000 ഷെയർ. അപ്ലിക്കേഷൻ മണി എത്രയാണ്? ₹20 ആണ്. അപ്പോൾ എന്തുണ്ടാവും? 60,000 ഇൻറ്റു 60,000 ഇൻറ്റു 20,000 60,000 ഇൻറ്റു 20 എത്ര ഉണ്ടാവും? 12 lakh ഉണ്ടാവും. 12 lakh. ഇനി ഈ അപ്ലിക്കേഷൻ മണിയിൽ എത്രയാണ് അലോട്ട് ചെയ്യുന്നത്? 50 ഷെയർസ് ആണ് അലോട്ട് ചെയ്യുന്നത്. ബാലൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് ആയിട്ട് പെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ. എത്ര എമൗണ്ട് ഉള്ളത്? 12 lakh എമൗണ്ട് ഉണ്ട്. ഇതിലെന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്തത് എവിടേക്ക് മാറ്റും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. ഇഷ്യൂ ചെയ്ത് എത്രയാണെങ്കിൽ നമ്മൾ അലോട്ട് ചെയ്ത് എത്രയാണ്? 50,000 ഷെയർസ് എത്രയാണ്? 20 വെച്ചിട്ട്. സോറി 50,000 ഷെയർസ് 20 വെച്ചിട്ട്. ദാറ്റ് മീൻസ് എത്ര ഉണ്ടാവും? 50,000 20 വെച്ചിട്ടാണ് എത്ര ഉണ്ടാവും? 10 lakh എന്നുണ്ടാവും. 10 lakh ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് നടത്തി. ദെൻ ബാലൻസ് എവിടേക്ക് ബാലൻസ് എന്ത് ചെയ്യണം? ബാലൻസ് എമൗണ്ട്, ഇതിൽ വരുന്ന ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം ടു ബാങ്ക്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ ഒറ്റ ജേർണൽ എൻട്രി, 2 ജേർണൽ എൻട്രി ആക്കിയിട്ട് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒറ്റ ജേർണൽ എൻട്രി ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒറ്റ കമ്പൈൻ ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രിയാണ് എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. ദെൻ നമ്മൾ റിജക്റ്റ് ചെയ്തു. ദെൻ എന്താണ്? അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തു? അപ്ലിക്കേഷൻ മണിയില്ല, അലോട്ട്മെൻറ്റ് മണി. അലോട്ട്മെൻറ്റ് മണി നമ്മൾ എന്ത് ചെയ്തു? വിളിച്ചു. അത് അലോട്ട്മെൻറ്റ് 45,000 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റിസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് മണി കോൾ ചെയ്യുന്ന ജേർണൽ എൻട്രി നമ്മൾ എഴുതേണ്ടേ? അലോട്ട്മെൻറ്റ് മണിക്ക് നമ്മൾ കോൾ വിളിക്കുകയാണ്. എന്താണ്? ആദ്യം നമ്മൾ ഡ്യൂ ആക്കുന്ന ജേർണൽ എൻട്രിയാണ്. എന്താണ്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് മണി, അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. വെറും ഷെയർ ക്യാപിറ്റൽ അല്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര മുകളിലാണ്? എത്രേൻ്റെ മുകളിലാണ്? കിട്ടുന്നതല്ല, നമ്മൾ എത്രേൻ്റെ മുകളിലാണ് നമ്മൾ ഡ്യൂ ആക്കുന്നത്? നമുക്ക് എത്ര നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്? 50,000. എത്ര രൂപ വെച്ചിട്ടാണ്? അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 10 ആണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 5 lakh rupees ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? 50,000 ഇൻറ്റു 10 എത്ര ഉണ്ടാവും? 5 lakh. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? 60,000 ഇൻറ്റു 20. ഇവിടെ എന്താണ്? 50,000 ഇൻറ്റു 20. ഇവിടെ എന്താണ്? 10,000 ഷെയർസാണ് എക്സ്ട്രാ ഉള്ളത്. 20 അവർക്ക് എന്ത് ചെയ്തു? അത് റീഫണ്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്തു? ഇതിൻ്റെ ഈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. അപ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എത്ര റിസീവ് ചെയ്യുന്നുള്ളൂ? 50,000 ഡ്യൂ ആക്കിയെങ്കിലും 10,000 ഇൻറ്റു 10 10,000 അല്ല, നമുക്ക് എത്രയുള്ളൂ? 45,000 അല്ലേ? യെസ്, 45,000 ഷെയർസാണ് എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. 45,000 ഇൻറ്റു 10 ദാറ്റ് മീൻസ് എത്രയാണ്? 4,50,000 എന്ത് ചെയ്യുള്ളൂ? നമുക്ക് കിട്ടുന്നുള്ളൂ ടു ഇക്വിറ്റി ഷെയർ
അലോട്ട്മെൻറ്റ് എത്രയുള്ളത് 5 lakh ഉള്ളത്. ബാലൻസ് എന്താണ് നമുക്ക് കിട്ടാനുള്ള, അതിന് നമ്മൾ എന്ത് പറയും, കാൾസ് ഇൻ അരിയർ. എത്രയാണ് 50,000. നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാൾസ് ഇൻ അരിയർ എന്ത് വരും 50,000. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ജേണൽ എൻട്രീസിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓവർ സബ്സ്ക്രിപ്ഷൻ ഓക്കെ ആണല്ലോ. ദെൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ഇനി കണ്ടീഷൻസ് ചിലപ്പോൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യും, കൂടും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയണത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. റീഡ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ജേണൽ എൻട്രീസൊക്കെ മനസ്സിലായി എന്നാണ്. അതിൽ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, എന്താ പറയണത്, ദ ഡൽഹി ആർട്ട് വെയർ ലിമിറ്റഡ് issued 50,000 equity shares of rupees 100 each and 1 lakh preference shares of rupees 100 each. The share capital was to be collected as under. അപ്പോൾ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് വരും, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എന്ന് വരും, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്, ഇക്വിറ്റി ഷെയർ കാൾ എന്ന് വരും. പ്രിഫറൻസ് ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർ അലോട്ട്മെൻറ്റ്, പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ, പ്രിഫറൻസ് ഷെയർ കാൾ എന്ന് വരും. ഇത്രയും മാറ്റം ഉണ്ടാവുള്ളൂ. ഓൺ അപ്ലിക്കേഷൻ രണ്ടും എങ്ങനെയാണ്, എമൗണ്ടുകൾ ഏതൊക്കെ നമ്മൾ നോക്കണം. എന്താണ്, രണ്ടും ₹100 ഈച്ച്, ₹100 ഈച്ച് ആണ്. ഒന്ന് 50,000 ഇക്വിറ്റി ഷെയർസാണ്, 1 lakh പ്രിഫറൻസ് ഷെയർ ആണ്. നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ഇതിനെന്താണ്, അപ്ലിക്കേഷന് രണ്ടിനും തന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് രണ്ടിനും തന്നിട്ടുണ്ട്, ഫസ്റ്റ് കോൾ തന്നിട്ടുണ്ട്, ഫൈനൽ കോളും തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അടുത്തത്, ഓൾ ദീസ് ഷെയർസ് വാർ സബ്സ്ക്രൈബ്ഡ്. എല്ലാ ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഓവർ സബ്സ്ക്രിപ്ഷൻ അല്ല. ഫൈനൽ കോൾ വാർ റിസീവ്ഡ് ഓൺ 42,000 ഇക്വിറ്റി ഷെയർസ് ആൻഡ് 88,000 പ്രിഫറൻസ് ഷെയർസ്. ഫൈനൽ കാൾ എന്തിൻ്റെ മുകളിൽ മാത്രമേ കിട്ടും, 42,000 ഇക്വിറ്റി ഷെയർസിൻ്റെ 88 പ്രിഫറൻസ് ഷെയർസിൻ്റെ മുകളിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കിട്ടിയിട്ടുള്ളൂ. എന്താണ്, പ്രിപ്പയർ ക്യാഷ് ബുക്ക് ആൻഡ് ജേർണലൈസ് ദ റിമൈനിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ദി കമ്പനി. എന്താണ് ട്രാൻസാക്ഷൻസ്, എന്താണ് നിങ്ങളോട് പറയണത്, ജേർണലൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, റിമൈനിങ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറയണത് അല്ലേ. റിമൈനിങ് ട്രാൻസാക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്ന ജേണൽ എൻട്രീസ് ഉണ്ടാവില്ല, ക്യാഷ് കിട്ടുന്ന ജേണൽ എൻട്രീസ് അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ജേണലൈസ് ചെയ്യേണ്ട. അല്ലാത്ത ജേണൽ എൻട്രീസ് എന്ത് ചെയ്യുക, നിങ്ങൾ ജേണലൈസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജേണൽ എൻട്രീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എന്താ ചെയ്യാം, നമുക്ക് അപ്ലിക്കേഷൻ മണി കിട്ടും, രണ്ടെണ്ണത്തിൻ്റെയും അപ്ലിക്കേഷൻ മണി കിട്ടും. എത്രയ്ക്കായിരിക്കും എമൗണ്ടുകൾ കിട്ടുന്നുണ്ടാവുക നമുക്ക് നോക്കാം. എത്രയാണ് ഇക്വിറ്റി ഷെയർസ്, എത്ര ഇക്വിറ്റി ഷെയർസാണ്, 50,000 ഇക്വിറ്റി ഷെയർസാണ്. അതുപോലെ തന്നെ എന്താണ്, 1 lakh പ്രിഫറൻസ് ഷെയർസാണ്. അപ്പോൾ രണ്ടിൻ്റെയും അപ്ലിക്കേഷൻ മണി എത്ര ഉണ്ടാവും, ഇവിടെ എത്ര എമൗണ്ട് ഉണ്ടാവും, 50,000 × 25, 50,000 × 25, 50,000 × 25 എത്ര ഉണ്ടാവും, 12,50,000, 12,50,000. ഇവിടെ 1 lakh × 20 എത്ര ഉണ്ടാവും, 20 lakh എന്നുണ്ടാവും. ദെൻ അലോട്ട്മെൻറ്റ് മണി എത്ര, 50 lakh × 20 അല്ലേ, 50 lakh അല്ല, 50,000 × 20 എത്ര ഉണ്ടാവും, 10 lakh എന്നുണ്ടാവും. ഇവിടെ 1 lakh × 30 എത്ര ഉണ്ടാവും, 30 lakh എന്നുണ്ടാവും. ഫസ്റ്റ് കോൾ എത്രയാണ്, 50,000 × 30 എത്രയുണ്ട്, 15 lakh. ഇവിടെ എത്ര ഉണ്ടാവും, 20 lakh. ഇനി ഇവിടെ റിസീവ് ചെയ്യുന്നതാണ്, ഇവിടെ എത്രേൻ്റെ മാത്രമേ റിസീവ് ചെയ്യുന്നുള്ളൂ, 42,000 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റിസീവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ്, 42,000 × 25 എത്ര വരും, 10,50,000. ഇവിടെ എത്ര വരുന്നുള്ളൂ, 88,000 ആണ്. 88,000 × 30 എത്ര വരുന്നത്, 26,40,000. 26,40,000. അതിൻ്റെ ബാലൻസിങ് ഫിഗർ എന്താണ്, കാൾസ് ഇൻ അരിയറാണ്. അപ്പോൾ ഇത്രയും എമൗണ്ട് റിസീവ് ചെയ്യണമെന്നുണ്ടാവും, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്താണ് ഫസ്റ്റത്തെ 12,50,000, 12,50,000, 20 lakh, 10 lakh, 30 lakh. ഓരോന്നിനും ജേണൽ എൻട്രീസ് വരികയാണ്. 15 lakh, അതേപോലെ തന്നെ 20 lakh,
20 lakh, 10,50,000, 10,50,000. കണ്ടില്ല നിങ്ങൾ? അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എഴുതേണ്ട ആവശ്യമില്ല. എത്രയാണ്? അതുപോലെ തന്നെ എന്താണ് 26,40,000. ഇതല്ലാതെ ജേണൽ എൻട്രി ഫസ്റ്റ് വരുന്നത് എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ മണിയെ നമ്മൾ എവിടേക്ക് മാറ്റും? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. ഷെയർ അപ്ലിക്കേഷൻ മണിയെ നമ്മൾ എവിടേക്ക് മാറ്റും? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. 2 അപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. ഇതൊക്കെയാണ് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷനും പ്രിഫറൻസ് ഷെയർസ് അപ്ലിക്കേഷനും. 12,50,000 10 lakhും എവിടേക്കാണ് മാറ്റുക? അതത് ഷെയർ ക്യാപിറ്റലിലേക്ക്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലുണ്ടാവും എന്താണ്, ഇവിടെ എന്താണ് സംഭവിച്ചല്ലോ, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. ഇവിടെ എന്താണ്, ഇക്വിറ്റി ഷെയർസിൻ്റെയാണ് ആദ്യം ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസിൻ്റെ അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ഒരുമിച്ച് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷനും ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റും 10 lakhും അതുപോലെ തന്നെ എന്താണ് 12,50,000 അത് ഒരുമിച്ചോടേക്ക് മാറ്റി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. ദെൻ പ്രിഫറൻസ് ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണി എവിടേക്ക് മാറ്റി? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി. ഫസ്റ്റ് കോളം എന്ത് ചെയ്തു? മാറ്റി. ഫസ്റ്റ് കോളിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാറ്റി, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മാറ്റി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫൈനൽ കോള് എന്ത് ചെയ്യണം? ഫൈനൽ കോൾ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും? വിളിക്കും. ഫൈനൽ കോൾ എന്ത് ചെയ്യും? ഫുൾ എമൗണ്ട് വിളിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? 2 ഫൈനൽ കോളും ഫുൾ എമൗണ്ട് ഡ്യൂ ആക്കും. പക്ഷെ എന്താണ്, കാൾസിൻ അരിയറിൻ്റെ ജേണൽ എൻട്രി എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല. കാൾസിൻ അരിയറിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? അത് അതും കൂടി നിങ്ങൾ ഇവിടെ എഴുതണം. എന്താണ് ഇവിടെ എന്തുണ്ടാവും? ഇക്വിറ്റി ഷെയർ ഫൈനൽ കോളിൽ ഇവിടെ എത്ര ഡ്യൂ ആക്കിയിട്ടുണ്ട്? 12,50,000 എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്യൂ ആക്കിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുള്ളൂ? 10,50,000 കിട്ടിയിട്ടുള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 2 lakh rupees ഉണ്ട്. ആ 2 lakh എങ്ങനെ കണ്ടെത്തുക? എത്ര ഷെയറിൻ്റെ മുകളിലാണ്? 42. ബാക്കി എത്ര ഉണ്ട്? 8,000 ഉണ്ട്. ഇല്ലേ? 8,000 × 25 എത്ര ഉണ്ട്? 8,000 × 25 എത്ര ഉണ്ട്? 2 lakh ഇല്ലേ? ഈ 2 lakhന് ജേണൽ എൻട്രി നിങ്ങൾ കൊടുക്കണം. എന്തായിരിക്കും? കാൾസ് ഇൻ അരിയർ. അതും കൂടി നിങ്ങളിവിടെ എഴുതണേ. ഇതിവിടെ ജേണൽ എൻട്രി, ആ ജേണൽ എൻട്രി കൂടി നിങ്ങൾ എഴുതണം. എന്താണ്? കാൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ. ഇവിടെ ഇക്വിറ്റി ഷെയർ കാൾസ് ഇൻ അരിയർ എന്ന് എഴുതിക്കോട്ടെ. ഇക്വിറ്റി ഷെയർ കാൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ 2 lakh. ഇനി അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. പ്രിഫറൻസ് ഷെയർ എത്രയാണ്? 30 lakh ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡ്യൂ ആക്കിയിട്ടുള്ളത്. എത്രയാണ്? 26,40,000. ദാറ്റ് മീൻ 3,40,000. ഈ 3,40,000 എങ്ങനെ കിട്ടുക? 1 lakhൽ 88. ദാറ്റ് മീൻസ് എന്താണ്? 12,000 ഷെയർസ് ആണ് എന്ത് പൈസ തരാത്തത്. എത്ര രൂപ വെച്ചിട്ട്? 30 rupees വെച്ചിട്ട്. ദാറ്റ് മീൻസ് എത്ര രൂപ ഉണ്ട്? 30 × 12,000 എത്ര ഉണ്ട്? 3,60,000. ഇതാണ് എന്ത്? കാൾസിൻ അരിയർ. അതിൻ്റെ ജേണൽ എൻട്രി എന്താ പറയുക? ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. എന്താണ്? പ്രിഫറൻസ് ഷെയർ കാൾസിൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ 3,60,000 ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ. എത്രയാണ്? 3,60,000. ഈ 2 ജേണൽ എൻട്രി കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ എഴുതണം. എന്തുകൊണ്ടാണ്? ആ കാൾസിൻ അരിയറിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്തില്ല? എഴുതിയിട്ടില്ല. നമ്മൾ നോർമലി എങ്ങനെ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, കാൾസിൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഫൈനൽ കോളാണ് വരിക. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് നോർമലി എന്താണ്? ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ബാങ്ക് അക്കൗണ്ട് റൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് ജേണൽ എൻട്രീസ് ആണ് നിങ്ങളോട് എന്ത് ചെയ്തത്? എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 2 ജേണൽ എൻട്രീസ് കൊടുത്തിട്ടില്ലാന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാം. ഓക്കെ ആണല്ലോ? നമ്മൾ കാൾസിൻ അരിയറും കാൾസിൻ അഡ്വാൻസ് നമ്മൾ പഠിച്ചില്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക, മറക്കരുത്. ഓക്കെ. ഷെയർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഷെയർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഷെയർസ് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 53 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ. ദെൻ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? അതിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? എന്താ പറയുന്നത്? ഇത് വളരെ ഈസിയാണ്. നമുക്ക് ഇൻക്ലൂഡിങ് പ്രീമിയം മാത്രം തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ്? 1 October 2017 പയനീർ എക്യുപ്മെൻറ്റ് ലിമിറ്റഡ് റിസീവ്ഡ് അപ്ലിക്കേഷൻ ഫോർ 2,50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 each. ഫേസ് വാല്യൂ എത്രയാണ്? 100 each. ടു ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ്
20% ആസ് പേ 20% പേയബിൾ ആസ് 25% ഉണ്ട് കേട്ടോ. 20% 25%, ദാറ്റ് മീൻസ് 10,000 100ൻ്റെ 25% എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും? 25 റുപ്പീസ് ഉണ്ടാവും. പേയബിൾ എങ്ങനെയാണ്? ഓൺ അപ്ലിക്കേഷൻ എത്രയാണ്? 25. ഓൺ അലോട്ട്മെൻറ്റ് എത്രയാണ്? 25. ബാലൻസ് എമൗണ്ട് ഓഫ് ഷെയർ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അതെന്തിട്ടില്ല, ഇതുവരെ കാൾ വരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു? 25 + 75 എത്രയായി? 100 റുപ്പീസ് ആയില്ലേ? ഫുള്ള് കാൾ കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങളവിടെ നിർത്താൻ നിൽക്കണ്ട. ഈ 25 ഇൻക്ലൂഡിങ് പ്രീമിയമാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എത്രയേ ഉള്ളൂ? 50 വിളിക്കുന്നുള്ളൂ. +25 എന്താണ്? സെക്യൂരിറ്റി പ്രീമിയമാണ് വിളിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് എത്രയേ വിളിച്ചിട്ടുള്ളൂ? 50 + 25. ഓക്കെ, 75 വിളിച്ചിട്ടുള്ളൂ. ഇനി എത്ര വിളിക്കാനുണ്ട്? 25 വിളിക്കാണ്ട്. നിങ്ങൾ വിളിക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ജേണൽ എൻട്രീസ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. The shares were allotted by company on October 20, 2017 and all allotment money was duly received on October 31st. And all allotment money was duly received on October 31st, 2007. All allotment money എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്യൂലി റിസീവ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി ആൻഡ് റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ചെയ്ത ഷെയർസിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം? നിങ്ങളോട് എന്താ പറയുന്നത്? ജേണൽ എൻട്രീസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ എൻട്രീസ് ചെയ്യാം. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ നമുക്ക് ചെയ്യും? നിങ്ങൾ നോക്കുക. എന്താണ്? ഓൺ അപ്ലിക്കേഷൻ മണി കിട്ടുകയാണ്. എത്ര ഷെയർസിൻ്റെ മുകളിലാണ്? ഫുൾ ഷെയർസും കിട്ടുന്നുണ്ട്. 250,000 250 എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർസും എന്ത് ചെയ്യുന്നുണ്ട്? സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ അപ്ലിക്കേഷൻ്റെ മണി റിസീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ജേണൽ എൻട്രി മേടിക്കുക? എന്താണ്? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അല്ലേ? നിങ്ങൾക്ക് എഴുതി കൂടെ? ഞാൻ എഴുതാം. എന്താണ്? നിങ്ങളൊന്ന് സെൽഫായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ഫർദറായിട്ട് പോയാൽ മതി കേട്ടോ. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എന്താ നമ്മൾ പറഞ്ഞത്? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. എങ്ങനെയാണ് എമൗണ്ട് എങ്ങനെയാണ് വരുന്നത്? 250,000 അല്ല, 250,000 ഷെയർസാണ്. ഇൻറ്റു എത്രയാണ്? എമൗണ്ട് എത്രയാണ്? അപ്ലിക്കേഷൻ എത്രയാണ്? 25. 250,000 ഇൻറ്റു 25 എത്ര ഉണ്ടാവും? 250,000 ഇൻറ്റു 25 എത്ര ഉണ്ടാവും? 62,50,000. 62,50,000. ഓക്കെ, ഇതിനെന്ത് ചെയ്തു? ഈ അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റും? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. എന്താണ്? ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാണ്? 62,50,000. 62,50,000. ഇനി എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് മണി വിളിക്കുകയാണ്. അലോട്ട്മെൻറ്റ് മണി വിളിക്കുമ്പോൾ എന്താണ്? ഇവിടെ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് കൊടുക്കണം. എന്താണ്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ. എത്ര രൂപയാണ് വിളിക്കുന്നത്? 75 ആണ്. ഇതിലെന്താണ്? 25 എന്താണ്? 25? ഇവിടെ എന്താ? 25% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 25%. അത് മീൻ 25 റുപ്പീസ് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഓരോ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് എഴുതണം. എങ്ങനെയാണ്? ഇതെങ്ങനെയാണ്? 250,000 ഇൻറ്റു 75 എത്ര വരുന്നത്? 250,000 ഇൻറ്റു 75 എത്ര വരുന്നത്? 1,87,50,000. 1,87,50,000 ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര മാത്രമേ പോകാൻ പാടുള്ളൂ? ശരിക്കുള്ള നോർമൽ കാൾ എത്രയാണ്? 50 ആണ്. അതേ പോകാൻ പാടുള്ളൂ. 250,000 ഇൻറ്റു 50. 250,000 ഇൻറ്റു 50 ദാറ്റ് മീൻസ് എത്ര പോകാൻ പാടുള്ളൂ? 1,25,00,000 എവിടേക്ക് പോകാൻ പാടുള്ളൂ? 1,25,00,000 എവിടേക്ക് പോകാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് പോകാൻ പാടുള്ളൂ. ബാലൻസ് ഇൻറ്റു സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയാണ്? 250,000 ഇൻറ്റു 25 ആണ് സെക്യൂരിറ്റി പ്രീമിയം. 250,000 ഇൻറ്റു 25 എത്രയുണ്ട്? 62,50,000. 62,50,000. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? സെക്യൂരിറ്റി പ്രീമിയം. ഇതിനെന്ത് ചെയ്തു?
ഇത് ഈ എമൗണ്ട് എന്ത് ചെയ്തു റിസീവ് ചെയ്തു എന്നാണ്. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്തു റിസീവ് ചെയ്തു. റിസീവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ് 1,87,50,000 1,87,50,000. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ഇവിടെ നിങ്ങളോട് പറയേണ്ടത് എന്താണ് ഇഷ്യൂഡ് പ്രീമിയം 25% എന്ന് പറയുന്നുണ്ട്. 25% ഓഫ് ഫേസ് വാല്യൂ ആണ്. അപ്പോൾ എത്രയാണ് ഫേസ് വാല്യൂ എത്രയാണ് 100 ആണ്. 100 × 25%, ദാറ്റ് മീൻസ് എത്രയുണ്ട് 25 റുപ്പീസ് സെക്യൂരിറ്റി പ്രീമിയം ആണ്. അപ്പോൾ ഈ 75-ൽ 25 റുപ്പീസ് എന്നാണ് സെക്യൂരിറ്റി പ്രീമിയം ആണ്. ബാലൻസ് എത്രയാണ് 50 റുപ്പീസ് എന്നാണ് ക്യാപിറ്റലാണ്. അപ്പോൾ ഇതോടേക്ക് മാറി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറി, ഇതോടേക്ക് മാറി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറി. ഓക്കെ ആണല്ലോ. ഈ ഓരോ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇതിലെല്ലാത്തിനും കൊണ്ടിട്ട് എന്തുണ്ടാവും ഈ ജേണൽ എൻട്രിയും ഈ ജേണൽ എൻട്രിയും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ സെക്യൂരിറ്റി പ്രീമിയം ക്രെഡിറ്റ് ചെയ്യണം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓരോ കൺസെപ്റ്റുകളും കിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോറാറ്റ അലോട്ട്മെൻറ്റും നെക്സ്റ്റ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ജേണൽ എൻട്രീസ് ഒന്നും സ്പെസിഫിക്കലി അതിന് സ്പെഷ്യൽ ജേണൽ എൻട്രീസ് ഒന്നുമില്ല. ആ എമൗണ്ട് ഓഫ് ഷെയർസ് കണ്ടെത്തുക, അതിന് റിജക്റ്റ് ചെയ്യുന്ന എമൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ആ പ്രോറാറ്റ അലോട്ട്മെൻറ്റിലെ കാൽക്കുലേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. നമ്മൾ കാൾസിൻ അരിയറും കാൾസിൻ അഡ്വാൻസൊക്കെ നമ്മൾ നോർമലി നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രീസൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ കാൾസും ഇൻട്രസ്റ്റ് ഓൺ കാൾസിൻ അഡ്വാൻസും പിന്നെയാണ് വരുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.